എൻ്റെ പൊന്നുമക്കളോടൊരു കാര്യം ഞാൻ പറയാം. പ്രായമായി എനിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞത് ഓൾറെഡി. ഒന്നും കൂടി വന്നാൽ ഞാൻ തീരും. എൻ്റെ കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ജീവനിൽ ഏൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. അച്ഛൻ എന്താ ഈ പറയുന്നേ? ജീവൻ ഏൽപ്പിക്കാനോ? ഇതിന് വലിയ മണ്ടത്തരം വേറെ ഒന്നും ഉണ്ടാവില്ല. അച്ഛൻ അത് ഏട്ടിനെ ഏൽപ്പിച്ചാ പോരെ? ജീവൻ 3rd ഇയർ കഴിഞ്ഞിട്ട് തന്നെ ഇല്ല. അതും പോരാഞ്ഞിട്ട് അവൻ അവന്റെ അച്ഛാ, പ്രീതിമോളി പറഞ്ഞ മാതിരി നമ്മുടെ കമ്പനി അവൻ്റെ കയ്യിൽ കൊടുത്ത കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെയാവും. മര്യാദയ്ക്ക് പഠിക്കത്ത് പോലുമില്ല ചെക്കൻ. ആ കമ്പനി അവതാളത്തിലാക്കുക അവൻ. എനിക്കറിയാം പക്വതയില്ലെന്നല്ലേ അവന്. ആ പക്വത വരുത്താൻ വേണ്ടി എൻ്റെ ഒരു വഴിയുണ്ട്. എത്രയും പെട്ടെന്ന് അവൻ്റെ കല്യാണം നടത്തുക. അതും പിന്നെ വേറെ ആരുമല്ല, നിന്റെ അനിയത്തി പ്രീതിയുടെ മോള് തന്നെ. അച്ഛൻ ആലോചിച്ചിട്ടില്ലല്ലേ പറയുന്നേ? അവനായിട്ട് എന്റെ മോളുടെ വിവാഹം നടത്താൻ ഞാൻ തയ്യാറല്ല. കമ്പനി പോയാലും കുഴപ്പമില്ല, എന്റെ മോളുടെ ജീവിതം നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വിവാഹത്തിന് ഞാൻ സമ്മതിക്കില്ല. ജീവിക്കാട്ടും 3 വയസ്സിന് മൂപ്പാ പ്രീതിയുടെ മോള്. അത് ശരിയാവില്ല അച്ഛാ. ഏജ് ഡിഫറൻസ് ഒന്നും പറഞ്ഞ് ഈ കല്യാണം മുടക്കാൻ നോക്കണ്ട. കല്യാണം നടന്നിരിക്കും. കല്യാണത്തിന് ചെക്കനും പെണ്ണും മതി. ഏജ് ഇവിടെ ഒരു പ്രശ്നമല്ല. പിന്നെ ഈ കല്യാണം എങ്ങാനും നടന്നില്ലെങ്കിൽ എൻ്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ വല്ല അനാഥാലയത്തിന് എഴുതി വെക്കും. ഇത് ഞാനായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ. ആർക്ക് കൊടുക്കണ്ടെന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റും. ഇത് ചന്ദ്രശേഖരന്റെ വാക്കാ. ഇനി ഇതിനൊന്നും പറയാൻ വരണ്ട ആരും. കല്യാണത്തിനുള്ള കാര്യങ്ങൾ നോക്ക്, പിള്ളേരെ വരുത്താനും. അളിയനോട് അളിയന്റെ പൊന്നാര പെങ്ങളോട് ഒരു കാര്യം പറഞ്ഞേക്കാം. എന്റെ മോളുടെ ജീവിതം വെച്ച് ഞാൻ കളിക്കാൻ സമ്മതിക്കില്ല. അവളെ ഒരു ചെടിക്കൊണ്ടിട്ടല്ല ഞാൻ തയ്യാറല്ല. സഹദേവിട്ടാ, അവൾ എന്റെ കൂടി മോളാ. നിന്റെ മോളെന്നുള്ളത് നിനക്ക് വിചാരം ഉണ്ടായാൽ മതി. പിന്നെ നിന്റെ അച്ഛനോട് എനിക്ക് ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം മിണ്ടാതിരുന്നത്. നീ തന്നെ ഈ കല്യാണം മുടക്കിക്കോണം. ഇനി സ്വത്തിന്റെ പേരിൽ നിങ്ങൾ 2 പേരും കൂടിയിട്ട് ഈ കല്യാണം നടത്താനെങ്ങാനും തീരുമാനിച്ചോ? എന്റെ സ്വഭാവം നിനക്ക് അറിയാലോ പ്രീതി. അരുണിമ, ഞാനൊന്ന് പറയട്ടെ. പ്രകാശേട്ടാ, നമ്മളിനി എന്ത് ചെയ്യും? എനിക്കറിയില്ല എന്റെ മോളെ എന്താ ചെയ്യേണ്ടതെന്ന്. അച്ഛൻ നമുക്ക് വാണിംഗ് തന്നിട്ടാ പോയത്. സഹദേവനാണെങ്കിൽ ഈ കല്യാണം നടക്കില്ലെന്ന് പറയണു. അരുണിമയുടെ പോക്ക് കണ്ടില്ലേ? നിന്റെ എടുത്തിട്ട് സ്വന്തം നിനക്ക് അറിയാലോ. ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ജീവനാ. തലയിലും താഴെയും വെക്കാതെ കൊണ്ട് നടക്കുന്നവനെ. അപ്പൊ ഈ കല്യാണം നടക്കാൻ സമ്മതിക്കുന്ന ആൾ തോന്നുന്നുണ്ടോ? പിന്നെ പിള്ളേരുടെ അടുത്ത് സംസാരിച്ചു നോക്കേണ്ടി വരും. ജീവനെ ഞാൻ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കും. പക്ഷെ നിന്റെ മോള്. ഏട്ടാ, ഉറപ്പല്ലേ? സമ്മതിക്കില്ല. അവൾ എന്നെ പോലെയല്ല, സഹദേവനെ പോലെയാ. അങ്ങയുടെ അതേ സ്വഭാവം അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളുടെ ലൈഫ് അവൾ പെർഫെക്റ്റ് ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അത്രയും പെർഫെക്ഷനുള്ള അവളും മര്യാദയ്ക്ക് BA പോലും കംപ്ലീറ്റ് ചെയ്യാത്ത ജീവനും കൂടി എങ്ങനെയാട്ടാ? ജീവൻ എന്തായാലും ഇന്ന് വൈകിട്ടേക്ക് വരും. അവനവന്റെ ഫ്രണ്ട്സിന്റെ ഒപ്പം ടൂറ് പോയിക്കല്ലേ. നീ എന്തായാലും മോളോട് വരാൻ പറയും. നമുക്ക് അവരോട് സംസാരിച്ചു നോക്കാം. Taking shots at the enemy. I'm gonna make it to the top, leave a legacy. If I got something to say, you better let me speak. Turn it up a new degree, bitch, you ain't seen anything. I pop off with the new rock, electronic, blow the sonic roof up. I'm too honest when I take a few shots. They're too toxic, need to take a new song. ജീവ, ദാ നിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നു. നമുക്ക് വേഗം തന്നെ പുറപ്പെടാം. ടാറ്റയുടെ കോൾ ഉണ്ടായിരുന്നു. അല്ല, അതിന് അങ്ങള് വിളിക്കല് പതിവില്ലല്ലോ. ഇങ്ങനെ ടൂർ വന്നു കഴിഞ്ഞാ എന്ത് പറ്റി? ഐ ഡോണ്ട് നോ. എന്തായാലും വേഗം ചെല്ലാൻ പറഞ്ഞു. നമുക്കിപ്പോ തന്നെ ഇറങ്ങാം. എന്നാലേ നൈറ്റ് ആകുമ്പോഴേക്കും എവിടത്തുള്ളൂ. അച്ഛനിപ്പോ എന്നെ ഇവിടെ തീർത്തി പിടിച്ച് വിളിച്ചു വരുത്തത് എന്റെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാനാണോ? എന്റെ കഴുത്തെ കുരുക്കട അച്ഛൻ എന്തെത്ര തീർത്തി. എനിക്കൊന്നും വേണ്ട കല്യാണം. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട മോനെ. നിന്റെ അച്ഛനെ സ്വത്തിന് വേണ്ടിയിട്ടാ. നിന്റെ ഭാവിയെ കുറിച്ചൊന്നും അച്ഛനൊരു ചിന്തയില്ല. സ്വത്തിന് വേണ്ടിയോ? വാട്ട് യു മീൻ? എനിക്ക് മനസ്സിലാവുന്നില്ല. വേറെ ഒന്നല്ല മോനെ, അത് ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛൻ പിച്ചച്ചട്ടി എടുക്കേണ്ടി വരും. കൂട്ടത്തിൽ എന്റെ കൂടെ നീയും നിന്റെ അമ്മയും ഉണ്ടാവും. പിന്നെ നിന്റെ അമ്മ നിന്റെ ഭാവിയെ കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാ നിന്റെ ഭാവി? നിന്റെ ഒപ്പം പഠിച്ച പിള്ളേർ ആ കോളേജിലെ പ്രൊഫസർമാരായിട്ട് വന്നു. എന്നിട്ട് നീ അവിടെ തന്നെ ഇരിക്കുന്നു. ഒരു മാറ്റവും ഇല്ല. പിച്ചച്ചട്ടി അല്ലച്ചാ, ഏതാ പെൺകുട്ടി? ഭംഗിയുണ്ടോ കാണാൻ? എനിക്ക് വേണ്ടിയല്ല, അച്ഛന് വേണ്ടി. അച്ഛൻ പിച്ചച്ചട്ടി എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കെട്ടിക്കോളാം. മോനെ ജീവ, അച്ഛൻ പിച്ചച്ചട്ടി എടുത്തു വെച്ചിട്ട് നിനക്കെന്താ? അച്ഛൻ കുറച്ച് അധ്വാനിക്കട്ടെ. അതൊന്നും അമ്മയ്ക്ക് വിരോധമില്ലടാ. പക്ഷെ നിന്റെ ഭാവി. എന്തോന്ന് ഭാവി?
തെരുവിലേക്ക് ഇറങ്ങി എന്ത് ഭാവിയാണ് നമുക്കുള്ളത് അമ്മേ? ആ പ്ലാറ്റ്ഫോമിൽ കയറുന്ന ജീവിതം, കൊതുകടി കൊണ്ടുള്ള ജീവിതം, ഭക്ഷണത്തിന് മറ്റുള്ളവർ മുന്നിൽ ഇറക്കണം. നോ വേ. ഒന്നാമത് എൻ്റെ ഫ്രണ്ട്സിന്റെ മുന്നിൽ എൻ്റെ ഇമേജ്. നോ. അച്ഛാ, കൊച്ചു വന്ന പറഞ്ഞാൽ മതി, ഞാൻ താലി അങ്ങ് കെട്ടിക്കോളാം. ഗ്രാൻഡ്പയ്ക്ക് സന്തോഷമായിക്കോട്ടെ. ആ എന്താടാ, എന്തിനാ അങ്കിള് ചെല്ലാൻ പറഞ്ഞേ? അതൊന്നുമില്ലടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവൻ്റെ അടുത്ത് ഇപ്പോൾ വിവരം പറഞ്ഞാൽ അതെനിക്ക് പണിയാവും. പറയണ്ട. അതൊന്നുമില്ലടാ, ഞങ്ങൾ ഈ കുടുംബക്ഷേത്രത്തിലേക്ക് ഒന്ന് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരുടെ ഫാമിലിയൊക്കെ കണ്ടിട്ട് വരൂ. അപ്പോൾ 2 ആഴ്ച ഞാൻ കോളേജിൽ ലീവായിരിക്കും കേട്ടോ. ഓ ആയിക്കോട്ടെ, വിളിക്കാൻ മറക്കല്ലേ. ഓക്കേടാ, ശരി ശരി, ബായ്. സോറി കാശി, വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് നിന്നോട് പറയാൻ. അയ്യോ ജിയ, ഇവനെങ്ങാൻ അവളെ വിളിച്ച അവളെല്ലാം തുറന്നു പറയത്തില്ലേ? ജിയാ മോളെ, ജിയ. എന്താ മോളെ ജിയ ഇത്? ഏട്ടന് ഇവിടുത്തെ ഒരാഴ്ച മാറി നിന്നപ്പിക്കും എന്റെ കുട്ടി ആകെ ക്ഷീണിച്ചല്ലോ. നീ ഒന്നും കഴിക്കില്ലല്ലേ? ഏട്ടൻ എനിക്ക് വേണ്ടി ബദാം അണ്ടിപ്പരിപ്പൊക്കെ അവിടുന്ന് മേടിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ പറച്ചിലേട്ടൻ നീ ദുബായി പോയിട്ട് വരാൻ തോന്നല്ലോ. അങ്ങ് മൈസൂരിൽ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. പിന്നെ അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ഇവിടെയും കിട്ടും. നിന്റെ ഈ ഒലിപ്പീര് എന്തിനാ ഈ സോപ്പിട്ട് പതപ്പിക്കുന്നത്? ഞാനേ സ്വന്തം കഴിഞ്ഞിട്ട് നന്നായി തേച്ചൊടിച്ച് കുളിച്ചിട്ടാ വന്നത്. നിന്റെ ആവശ്യം എന്തുവാ അത് പറ. കൊച്ചു കള്ളി കണ്ടുപിടിച്ച കാര്യം. ഒലിപ്പിക്കാതെ കാര്യം പറയടാ. വേറൊന്നല്ല, കാശി നിന്നെ വിളിക്കുമ്പോ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറയരുത്, പ്രത്യേകിച്ച് കല്യാണക്കാര്യം. ഞാനെങ്ങനെ പറഞ്ഞ നീ എന്തോ ചെയ്യും? കൊല്ലി ഞാൻ നിന്നെ. വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. പറഞ്ഞ പോലെ ചെയ്തണം, മനസ്സിലായോടി? ആഹാ, ഇത്ര നേരം എന്തായിരുന്നു ജിയമോള്? ഇപ്പോഴോ? ഞാൻ പറയാതിരിക്കണെങ്കിൽ ഞാൻ പറഞ്ഞ എനിക്ക് മേടിച്ചു തരണം. കൈ കോപ്പി തൊഴാൻ ഞാൻ. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. ദൈവത്തോടത്ത് ആരോടൊന്നും പറയരുത്. ഒരു കൊട്ട ഓറഞ്ച് വേണോ? ഇപ്പൊ തന്നെ ഞാൻ എത്തിക്കാം. ഇപ്പൊ എനിക്കൊന്നും വേണ്ട, ഞാൻ പതിയെ ആലോചിച്ചിട്ട് ഒന്ന് പറയാം. മനുഷ്യന് ഉറക്കവും വരുന്നില്ല. ലൈറ്റ് ഓഫ് ചെയ്താലോ? വേണ്ട അല്ലെങ്കിൽ. ഒരു വലിയ ഭാരല്ലേ, അല്ല കല്ലല്ലേ തലയിൽ വന്ന് വീഴാൻ പോകുന്നത്. കല്യാണം എനിക്കതിനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ പ്രീഷ്യസ് ആയി കാത്തു സൂക്ഷിച്ച എൻ്റെ വെർജിനിറ്റി അതും നഷ്ടപ്പെടും. ഉറക്കം വരുന്നില്ലല്ലോ. ഇത്രയും പെട്ടെന്ന് നേരവും വെളുത്തോ? ജീവ, നീ ഇപ്പൊ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ. ഇന്നലെ നേരെ വീട്ടിൽ കിടന്ന അമ്മായി, അതുകൊണ്ടാ. അല്ല, അമ്മായി അമ്മാവനും എന്താ ഇവിടെ? അമ്മാവനെന്താ ഇത്ര ഗൗരവത്തിലെ? എന്റെ കല്യാണക്കാരെ അറിഞ്ഞിട്ട് വന്നതാവല്ലേ? ഗ്രാൻഡ്പ, കൊച്ചിവിടെ? നീ ഇന്നലെ വന്നിട്ട് എന്നെ കാണാൻ വരാഞ്ഞത് എന്താ? ഞാൻ അരുണമ്മ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നീ വന്നാ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടാൻ. സാരമില്ല, പോട്ടെ. കൊച്ചിപ്പ വരും. അവള് ഫോം വിളിക്കാൻ പോയതാ. ഇതാ വരുന്നല്ലോ എൻ്റെ മോള്. നെഞ്ചിൽ തീർത്തോരൻ പ്രണയ പ്രപഞ്ചമിതാ ദർശന സർവം സദാനിൻ സൗരം ദർശന എൻ ജീവൻ സായുജ്യം. അയ്യോ, എനിക്ക് വയ്യ. എവിടെയോ കണ്ടിട്ടുണ്ട്. ദർശന? അതെ, ദർശന തന്നെ. നിന്റെ അമ്മായിയുടെ മോള് ദർശന. നീ കെട്ടാൻ പോകുന്നത് ഇവളെ തന്നെയാ? നോ, പറ്റില്ല മോനെ, നോ. പിച്ച, നോ. അച്ഛാ, എന്നോട് വേണ്ടിയിടുന്ന എന്നെന്തായാലും ഞാൻ സമ്മതിക്കാം. പോരെ? എന്നാ അടുത്ത ആഴ്ച തന്നെ നമുക്ക് കല്യാണം നടത്തിക്കളയാം. കുടുംബക്കാര് കുറച്ചു പേരും നാട്ടുകാരും മതി, ഒരുപാട് പേരൊന്നും വിളിക്കണ്ട. എന്താ, സന്തോഷായില്ലേ? ഗ്രാൻഡ്പ, I want to talk, Jiva.
ദർശന, എനിക്ക് ഈ വിവാഹത്തിന് ശരിക്കും താല്പര്യമില്ല. വീട്ടുകാരെ നിർബന്ധം മുഴുവനാണ് ഞാനിപ്പോൾ ഇതിനെ സമ്മതിച്ചത്. പിന്നെ താൻ എന്നെക്കാട്ടും 3 വയസ്സിന് മൂത്തതല്ലേ? മിസ്റ്റർ ബനാന പോട്ടൽ, എനിക്ക് ഈ വിവാഹത്തിന് തീരെ താല്പര്യമൊന്നുമില്ല. എൻ്റെ മമ്മയുടെ ഇമോഷണൽ ഡ്രാമ കാണാൻ വയ്യാത്തോണ്ട് മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. അതും പറഞ്ഞ് എനിക്ക് തൻ്റെ കൂടെ ജീവിക്കാൻ ഒരാഗ്രഹമില്ല. ഇമ്മോച്വർ പേഴ്സൺസ്, ഐ ഡോണ്ട് ലൈക്ക് യു, ഐ ജസ്റ്റ് ഹേറ്റ്. എൻ്റെ പേര് ജീവൻ എന്നാണ്, അല്ലാതെ ബനാന ബട്ടൺ എന്നല്ല. പിന്നെ നമ്മുടെ വിവാഹ കാര്യം വേറെ ആരും അറിയണ്ട. ഫാമിലി കുറച്ച് ഫ്രണ്ട്സും അറിയായിരിക്കും, പക്ഷെ എൻ്റെ ഫ്രണ്ട്സിനോടൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് താൻ കൊട്ടിഘോഷിച്ച് നടക്കരുത് തൻ്റെ ഭാര്യയെന്ന്. മിസ്റ്റർ ബനാന പോട്ടൽ, ഐ എം നോട്ട് മെന്റൽ. എന്നെക്കാളും ചെറിയ ചെക്കനെ മാരേജ് ചെയ്തെന്ന് പറഞ്ഞ് നടക്കാൻ വേണ്ടി. ഇതൊരു 1 ഇയറിൻ്റെ കോൺട്രാക്ട് മാരേജാണ്. അത് കഴിഞ്ഞാൽ നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ഗ്രാൻഡ്പയുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് ജീവിക്കും, ഒരു വീട്ടിൽ ജീവിക്കും. പക്ഷെ അതും പറഞ്ഞ് എൻ്റെ അടുത്ത് വല്ല വേലത്തിൽ ഇറക്കാൻ വന്നാ നിന്റെ മെയിൻ പോയിന്റ് ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും. വാട്ട്? ഡീല ഒക്കെ ആണെങ്കിൽ ഒരു ഷെയ്ക്കൻ്റെ തന്നേക്ക്. അയ്യോ, എന്തിനോട് പിന്നെ അടിച്ച്? ഡേ, ഇതുപോലത്തെ ഓരോ കോപ്പറാട്ടി കട്ടി എൻ്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ, ഇനിയും മേടിക്കും നീ. മര്യാദയ്ക്ക് നിന്നോണം എൻ്റെ മുന്നിൽ. ഇവിടെ എൻ്റെ കഴുത്തിലാണ് താലി കെട്ടാൻ പോകുന്നതെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. ഞാൻ ഇനി ഇവിടെ അടിമയായിട്ട് കഴിയണമല്ലോ. 3 വയസ്സിന് മൂത്തതായിപ്പോയി. ഇല്ലെങ്കിൽ ഞാനിവിടെ നീ എന്താ ഇവിടെ? ജീവൻ, ഒരാളുടെ റൂമിൽ വരുമ്പോ സാധാരണ മെയിനേഴ്സ് പോലെ അറിയില്ലേ? ഒന്ന് നോക്ക് ചെയ്തൂടെ? നീ എന്താ ഇവിടെ വന്നിരിക്കുന്ന? അത് പിന്നെ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോ അതിന്റെ ചടങ്ങുകൾ നടത്താൻ അതിന് വന്നു. എന്റെ അമ്മേ, അയ്യോ. നിന്റെ അടുത്ത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് വെയിലത്തിന് കൊണ്ട് എന്റെ അടുത്ത് വരരുതെന്ന്. അയ്യോ പൊടി പട്ടി, എന്ത് കാലത്തിനും കൊണ്ട് വന്നതാ. നമുക്ക് ഫസ്റ്റ് നൈറ്റ് ഇല്ലാത്ത കാരണം ആ പാലെടുത്ത് ബനാന മിൽക്ക് ഉണ്ടാക്കട്ടെ ചോദിക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ആ എന്നോട് നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. അയ്യോ. ആ, ഇതായിരുന്നു കാര്യം. നിനക്കിത് മുന്നേ തന്നെ പറയാറുന്നില്ലേ? ദ്രോഹി, ഞാൻ പറയുന്നത് മുഴുവിപ്പിക്കാൻ കൂടി നിൽക്കാതെ എന്നെ പറപ്പിച്ചില്ലേ നീ? ഓ സോറി, ദിസ് ഇസ് മൈ മിസ്റ്റേക്ക്. ബനാന മിൽക്കും കുടിച്ച് നടക്കുന്ന നിന്റെ നിന്ന് ഞാൻ വേറൊന്നും പ്രതീക്ഷിക്കരുതായിരുന്നു. എന്നാലും നീ ഇവിടെ കിടന്നോ, ഞാൻ ആ റൂമിൽ പൊക്കോളാം. എന്ത്? എടി ഇവിടെ നിക്കടി, നിനക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ബനാന മിൽക്ക് മാത്രം കുടിക്കാനുണ്ട, വേറെ പലതും അറിയാന്ന്. പാലാകയുടെ രൂപം, രാക്ഷസിയുടെ സ്വഭാവം. എന്താ അവിടെ ശബ്ദം കേൾക്കുന്നത്? ഓ, രാവിലെ ഉറങ്ങാനും സമ്മതിക്കത്തില്ല. ആരാ അവിടെ? കള്ളവെല്ലാം കയറിയോ? അയ്യോ, കിച്ചണിന് നല്ല മണം വരുന്നുണ്ടല്ലോ. ആ, ദർശോ. ഇവൾക്ക് പാചകമൊക്കെ അറിയോ? നീ നേരത്തെ എണീറ്റോ ദർശോ? ഇത് കരിയുന്നുണ്ടോ നോക്കുന്നു കേട്ടോ. പാത്രം ഒന്ന് കഴുകാനുണ്ട്. പിന്നെ നിനക്ക് കോളേജിൽ പോകാനല്ലേ, വേറെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നോക്കിക്കോ. കോളേജിൽ പോവാനോ? ഇന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ അല്ലേ? അതൊന്നും ആവശ്യമില്ല, ഞാൻ പോണില്ല. എന്റെയും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ഡേ തന്നെയാ, പക്ഷെ ഞാൻ വർക്കിന് പോകണ്ടല്ലോ. പിന്നെ നിനക്കെന്താ? മര്യാദക്ക് റെഡി ആയിട്ട് നീ കോളേജിൽ പോകാൻ നോക്ക് ചേക്ക. നിന്റെ ഉത്തരവാദിത്തം മുഴുവൻ എന്റെ തലയിലാ. ഞാൻ ചോദിക്കണമെന്നൊന്നും തോന്നരുത് നിനക്ക്. നിന്നെ കഴുത്തി കിടക്കുന്ന ആ തലയില് അത് ആര് കെട്ടിയതാ? നീ കെട്ടിയതല്ലേ? കെട്ടിയത് ഞാനാണെങ്കിലേ അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കരുത്. അല്ലാതെ എന്റെ ഉത്തരവാദിത്തം നീയല്ല, ഞാനാ നിന്റെ ഭർത്താവ്. ഞാൻ ഇന്ന് കോളേജിൽ പോകുന്നില്ല. കുച്ചാർക്ക, വെറുതെ എന്നെ മേടിക്കാൻ നിൽക്കരുത്. പോയി ഫ്രഷ് ആയിട്ട് വേഗം വാ, ബ്രേക്ക്ഫാസ്റ്റ് എടുത്തരാം. ഇന്ന് നീ കോളേജിൽ പോയിരിക്കും. ആദ്യം നീ പഠിച്ച് ആ BA സെക്കൻഡ് ഇയറിലെ പേപ്പേഴ്സ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്ക്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം നിന്റെ കയ്യിൽ ഉത്തരവാദിത്തം തരണോ വേണ്ടിയോ എന്നുള്ളത്. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വന്നിരിക്കുന്നു. പാലുകൂടി മാറിയിട്ടില്ല അവന്റെ. ഓടാവിടുന്ന്. ഇതിനെ കൂടി ഞാൻ പിന്നെ നിനക്ക് തരുന്നുണ്ടടി. ഇപ്പൊ ഞാൻ പോവാം. എന്താ ഇത്? ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, എന്തിനാ ചെയ്യാൻ നിൽക്കുന്നേ? വാങ്ങി വെക്കാൻ കൊള്ളത്തില്ല. ഇത് സൂപ്പറാണല്ലോ, നിനക്കെന്താ കുഴപ്പം?
എന്തോന്ന് ടേസ്റ്റ്? ഇതൊന്നും ടേസ്റ്റ് ഇല്ല, ഇറക്കുമ്പോ അറിയാം. ഇതിനെക്കാട്ടുന്നായി ഞാൻ വെക്കും. വിരലടക്കം കഴിച്ചു പോവാ ടേസ്റ്റില്. വെറ്റിൻ്റെക്ക് കൊടുത്തും പോരാ അവൻ്റെ ഒരു കുറ്റം പറിച്ചിട്ട് ശരിക്ക് തരാടാ. അയ്യോ ജീവ, എനിക്ക് അത്രയും നന്നായിട്ടൊന്നും പാചകം അറിയത്തില്ല. ഒരു കാര്യം ചെയ്യ്, നാളെ മുതൽ ജീവൻ തന്നെ കുക്ക് ചെയ്തോളൂ. അതായിരിക്കും നല്ലത്. ജീവന്റെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാലോ. പിന്നെ ജീവന്റെ ഫുഡ് എനിക്ക് വേണ്ട കേട്ടോ. ഇനി ജീവന്റെ ഫുഡിന്റെ ടേസ്റ്റ് കാരണം ഞാൻ എൻ്റെ വിരലെങ്ങാനും കഴിച്ചാലേ എനിക്ക് വിരലുകൾ ആവശ്യമുള്ളതാ. ഞാൻ പോട്ടെ, എനിക്ക് ജോബിനുള്ള സമയം. ബൈ ജീവൻ. ഓ, ജോലടിക്കാൻ തന്നതാ, നാളെ മുതൽ പട്ടിണി പോയി. ഒന്നൊന്നരാഴ്ചയായി അവൻ ലീവ് എടുത്തിട്ട്. ജീവൻ, നീ അവന്റെ കാര്യം പറഞ്ഞല്ലോ, 100 ആയുസാ തിണ്ടിക്ക് തവ ഇരുന്നു. അല്ല, ഇവനെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇവന്റെ വീരനടക്ക് എവിടെ പോയി? ഓ, ഇന്നലത്തെ വീഴ്ചക്കന്നെ മരിക്കാൻ നടക്കാനും വയ്യ. ആ ജീവ, എത്ര നാളായിടാ കണ്ടിട്ട്? നിനക്ക് എന്ത് പറ്റി? ആരെങ്കിലും കാല് തല്ലി ഒടിച്ചോ? അമ്മേ, അത് വേറൊന്നുമല്ലടാ, ആരും ഒടിച്ചൊന്നുമല്ല. കുടുംബക്ഷേത്രത്തിൽ പോയപ്പോഴേ അവിടെ കുളത്തിൽ നിന്ന് കുളിക്കാൻ ഇറങ്ങി വഴിക്ക് വീണതാ. അയ്യോ, നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നേ? വേറെന്തിന്? നമ്മൾ സ്ഥിരം നിൽക്കാറുള്ള പരിപാടിക്ക് വായി നോക്കാൻ. വായി നോക്കാനോ? എടാ കാശി, എന്ത് ചെയ്യും? അയ്യോ, എന്റെ പൊന്നു ജീവ, ചതിക്കരുത്. നിന്റെ പെങ്ങളുടെ അടുത്തൊന്നും പോയി പറയല്ലേ, ഞാൻ വായി നോക്കാൻ വേണ്ടി വന്നല്ലേ. ഇമ്മാര് വിളിച്ചപ്പോ കൂട്ടിനിരിക്കാൻ വന്നതാ. ഇതാരുടെ ഈ കാറ്? എടാ അങ്ങോട്ട് നോക്കണ, ഒരു അടിപൊളി ഐറ്റം. ഇവളെന്താ ഇവിടെ വർക്കിന് പോവെന്ന് പറഞ്ഞിട്ട്? സോ ബ്യൂട്ടിഫുൾ. ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ ഈ മുഖം. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഐറ്റത്തെ കണ്ടിട്ട്. എന്റെ പടം നടന്ന എന്റെ കിളികളൊക്കെ പറഞ്ഞു. ഒരു പെങ്കൊച്ചിനെ കണ്ടിട്ട് ഐറ്റം ഒന്ന് വിളിക്കുന്നടാ. ഇനി എങ്ങനെ നിന്റെ വായിന്ന് ഇങ്ങനത്തെ വർത്താനം വന്നു കഴിഞ്ഞാ നിന്നെ ഞാൻ ഇവിടെ ചവിട്ടി വരയ്ക്കും, കേടാടാ. എന്തായാലും എനിക്ക് ആ കുട്ടി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും അവളെ പ്രപ്പോസ് ചെയ്ത് എന്തി ആക്കിയിരിക്കും. ആ, ഇത് നീ ആദ്യമായിട്ടല്ലല്ലോ പറയുന്നത്. ശരിയാ, ആദ്യമായിട്ടല്ല. പക്ഷെ ഇത് അവസാനമായിട്ട് ഞാൻ പറയാ. ഇവളാണ് എന്റെ സ്വപ്നത്തിലെ നായക. ഞാൻ ഇവളെ കെട്ടും. പിന്നെ നീ ഞൊട്ടു പോടാ. ഗൈസ്, ഒന്ന് നിർത്തുന്നുണ്ടോ? നിങ്ങൾക്ക് എല്ലാവർക്കും അവർ ആരാന്നറിയോ? എനിക്ക് അവരെ അറിയാം. എനിക്ക് എങ്ങനെ അവരറിയാം? നീ എങ്ങനെ അവിടെ പരിചയപ്പെട്ടു? നീ എന്നെ ചാടിക്കടിക്കാത്തടാ. ഞാൻ പറയട്ടെ, എടാ, അന്ന് പ്രിൻസിപ്പൽ റാമിന്റെ റൂമിൽ പോയപ്പോഴേ അവിടെ വെച്ചിട്ട് ഞാൻ നിഹാ മേഡത്തിന് പാരം വരുന്ന മേഡത്തെ കണ്ടു. സുന്ദരിയാണെന്ന് പറഞ്ഞില്ലേ, ആ മേഡം അത്. നമ്മുടെ പ്രൊഫസറാണോ അത്? മേഡം എടാ, സാരമില്ല. നമുക്ക് ലാസ്റ്റത്തേക്ക് അടുത്ത വേറൊരു പെൺകുട്ടിയെ നോക്കാം. ഇപ്പൊ ഇത് വിട്ടേക്ക്. മനഃപൂർവ്വം എല്ലാരും കൂടി എനിക്ക് പണി തന്നതാണല്ലേ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഹലോ സ്റ്റുഡൻസ്, ഐ എം യുവർ ന്യൂ മാം. മൈ നെയിം ഈസ് ദർശന. നിങ്ങളുടെ ക്ലാസ് ഇൻചാർജും ഞാനാണ്. അതുപോലെ നേഹ മാഡത്തിന്റെ സബ്ജക്റ്റും ഞാൻ എടുക്കുന്നത് കേട്ടോ. മാം, യു ലുക്കിംഗ് വെരി ബ്യൂട്ടിഫുൾ. ഓ, താങ്ക് യു. ആൻഡ് വാട്ട് ഈസ് യുവർ നെയിം? മൈ നെയിം ഈസ് വിവേകാനന്ദ് മാം. മാം വിവിയെന്ന് തന്നെ വിളിച്ചാൽ മതി. മാം, മൈ നെയിം ഈസ് ജെനി. മാം, ആർ യു മാരീഡ്? മാരീഡ് ആണെങ്കിൽ ആളുടെ പേരൊന്ന് പറയോ? ആ ലക്കി പേഴ്സൺ. ഓ, ഈ പെണ്ണിനെ എല്ലാം അറിയണം. വേറെ പണിയൊന്നുമില്ല. ലക്കിയല്ല, അൺലക്കി പേഴ്സൺ. ഇവിടെ ഇരിപ്പുണ്ട്, ഇങ്ങോട്ട് നോക്ക്. മാം, മാഡം മാരീഡ് അല്ലെങ്കിൽ ഞാനൊരാളുണ്ട് ഇവിടെ. ഞാനിവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു കൈ നോക്കാം. താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ തന്നെ കിസ് ഒന്ന് പ്രപ്പോസ് ചെയ്യാം. നോറി, അവന്റെ ഒരു കിസ് പ്രപ്പോസ്. ഇവനെ ഞാൻ ഇന്നത്തോട് കൂടി തീർക്കും ഞാൻ ഇവന്റെ അസുഖം. വിവേകാനന്ദ, അടങ്ങിനെ ഇരിക്കടാ. വിവേകത്തോടെ പ്രവർത്തിക്ക്. അവന്റെ സ്വഭാവം നിനക്ക് അറിയാൻ തന്നെ. ആ തേണ്ടി പലതും വിളിച്ചു പറയും. റിയാക്ട് ചെയ്യാൻ നിൽക്കരുത്. മാം, ജസ്റ്റ് ഫോർ ജോക്ക്. അഥവാ മേഡത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആണ് കേട്ടോ. ഷാനവാസ്, am I right? This type joke don't repeat again. അഥവാ ഞാൻ തിരിച്ച് നിന്റെ അടുത്ത് ജോക്സ് പറഞ്ഞാ നീ താങ്ങിയെന്ന് വരില്ല. Oh my god, that's my girl. ഓക്കെ സ്റ്റുഡൻസ്, ഇന്നത്തെ ടൈം ഓവർ ആവാറായി. എന്തായാലും ഞാൻ ഇന്ന് പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും എടുക്കുന്നില്ല. നേഹമ്മയുടെ അടുത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഇല്ലേ,
അത് നല്ലോണം സ്റ്റഡി ചെയ്ത് നാളെ വരണം. ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യും. അതുപോലെ തന്നെ ഒരു ചെറിയ ടെസ്റ്റ് കൊടുക്കും. ഓക്കെ? ദർശു, നീ എന്താ ഇവിടെ? നീ എന്തായി കാണിക്കുന്നത്? നിന്റെ റൂം എന്താ ഇത്ര ഡേറ്റ് ആയി കിടക്കുന്നത്? അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ നിന്റെ ഡ്രസ്സൊക്കെ അതുപോലെ കിടക്കുന്നുണ്ട്. അത് വാഷ് ചെയ്യാൻ പോലും നിനക്ക് അറിയില്ലേ? അതൊന്ന് ഓൺ ചെയ്തിട്ടാലും ചെയ്യാറുന്നല്ലേ? അത് ഞാൻ ചെയ്തോളാം. ഞാനിപ്പോ ഫ്രഷ് ആയി വന്നേ ഉള്ളൂ. ദർശു, നീ എന്താ എന്റെ കോളേജിലെ പ്രൊഫസറാണെന്ന് എന്നോട് മുന്നേ പറയാതെ ഇരുന്നേ? പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല. പിന്നെ നാളത്തെ ടെസ്റ്റിന്റെ കാര്യം ഓർമ്മയുണ്ടല്ലോ? അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറും രണ്ടും മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഭർത്താവാണെന്നോ ഫാമിലി ആണെന്നുള്ള ഒരു കൺസിഡറേഷനും നിനക്ക് ഉണ്ടാവില്ല. അതിന്റെ പനിഷ്മെന്റ് മേടിക്കേണ്ടി വരും. എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരോട് ചോദിക്കാം? ജീവൻ. ഞാനോ? യെസ് മാഡം. അപ്പോ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. കാശി, അവനെന്താ പന്തങ്ങട്ട് പേച്ചാരോളം നിൽക്കുന്നു? പേച്ചായോ? ആ എടാ, ആ പന്തപ്പാനും മൂട്ടി കത്തി പിടിക്കും. അധികം വൈകാതെ പന്തം പടർന്നു പിടിച്ച് നമ്മളിലേക്ക് എത്തും. അയ്യോ, ഞാൻ പഠിച്ചിട്ടില്ല. First chapter is drama types and given question is how many types of dramas and explain is drama. Jeevan, answer the question. ജീവൻ, താൻ എന്തിനാ കോളേജിൽ വരുന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തത്? ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞത് താൻ കേട്ടില്ലായിരുന്നു. മാഡം എടുത്തുപോയ സബ്ജക്റ്റ് തന്നെയല്ലേ ഇത്? പാവം എൻ്റെ ജീവൻ. 1000 ടൈം ഇമ്പോസിഷൻ. താനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നെക്സ്റ്റ് കാശി. അയ്യോ, ഞാൻ സുഹൃത്തിന് കൂട്ടായിട്ട് നിൽക്കുകയാണോ കാശി? നെക്സ്റ്റ് നെക്സ്റ്റ്. നിങ്ങളുടെ ബെഞ്ച് മുഴുവൻ പഠിക്കാത്തവരാണോ? കൂട്ടുകെട്ടൊക്കെ കൊള്ളാലോ. വിവി, നീ തന്നെന്താ വേണ്ടേ? drama types, tragic types, comedy types, tragic comedy, drama of ideas, poetic drama, closest drama, the problems play. Drama is a display of emotions, a representation of relationship, and the portrayal of the different phases of human life. എന്താണ് വല്ല അത്ഭുതം സംഭവിച്ച? ഏറ്റവും പഠിക്കാത്തവൻ ആ കൂട്ടത്തില് അവൻ നിന്ന് പറയുന്നു ആൻസർ. നമ്മളിവിടെ നിൽക്കുക. ആ, എനിക്കറിഞ്ഞൂടാ. അവന് ചിലപ്പോ ഇന്ന് വല്ല ലക്കും കിട്ടിക്കാണും. വല്ലാത്തൊരു ലക്കായി പോയി. മാഡത്തിന് മുന്നേ അവൻ ഷൈൻ ചെയ്തല്ലോടാ. വെൽ ഡൺ വിവി. ചെറിയ മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷെ ഇറ്റ്സ് ഓക്കെ. സിറ്റ് ഡൗൺ. നിൽക്കുന്ന മഹാമാരൊക്കെ കേട്ടല്ലോ. എന്താ ചെയ്യുക? നിങ്ങളുടെ കൂട്ടത്തിലുള്ള തന്നെയല്ലേ വിവി? അവനെ കണ്ട് പഠിക്കേ. കൂട്ടത്തിൽ ഒരുത്തനെങ്ങനെയുണ്ടല്ലോ പഠിക്കുന്നത്. പിന്നെ നാളെ വരുമ്പോഴേക്കും 1000 ടൈം ഇമ്പോസിഷൻ മറക്കണ്ട. ഇപ്പോൾ ഗെറ്റ് ഓഫ് മൈ ക്ലാസ്. ചിരിക്കുന്നാടാ. നീ പുറത്തേക്ക് പോട്ടാ, തരാം നിനക്ക്. നോട്ട് എത്ര ശരിയല്ലല്ലോ. ക്ലാസ് വിട്ട് ഈ ജില്ലയിൽ പോലും എന്നെ കാണിട്ടടാ നിങ്ങള്. ദർശു, ദർശു, where are you? എന്താ എന്തിനാ പീ കിടന്ന് ബഹളം വെക്കുന്നേ? നീയാണോ ഏറ്റവും വലിയ പ്രൊഫസർ എന്നാ നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഇതുവരെ കോളേജിൽ ഒരു പ്രൊഫസർമാരും എൻ്റെ അടുത്ത് ഇങ്ങനെ പെരുമാറിയിട്ടില്ല. ക്ലാസ്സിൽ എല്ലാവരും മുന്നിൽ ഞാൻ നാണം കിട്ടും. ഭർത്താവ് എന്നുള്ള പരിഗണന എനിക്ക് തന്നോളി. ഏതൊരു ഭാര്യ ഭർത്താവിന്റെ മറ്റുള്ളവരും നാണം കെടാതെ നോക്കാം. നീ തിരിച്ചാണല്ലോടി. ഇവ ഇന്നലെ തന്നെ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നു പഠിക്കാൻ. നീ പഠിക്കത്തിന് അത് എന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്നെ മറ്റു പ്രൊഫസർമാർ പറയാത്തോണ്ടാ നീ ഇങ്ങനെ ആയിപ്പോയത്. ഞാൻ അങ്ങനെയല്ല. ഇനി മുതൽ നിന്നെ ഞാനാ പഠിപ്പിക്കാൻ പോകുന്നത്. കോളേജിൽ പഠിപ്പിക്കാനെങ്കിൽ വീട്ടിലും എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. ടേക്ക് യുവർ ബുക്ക് ആൻഡ് സിറ്റ് ഡൗൺ. എന്താണ്? ഓ, വഴിയിൽ കൂടെ പോകുന്ന പാമ്പിന്റെ അടുത്ത് തലയെ കയറ്റി വെച്ചല്ലോ ദൈവമേ. ജീവ, വാട്ട് ഈസ് ദിസ്? ബേസിക് പോലും അറിയുന്നില്ല നിനക്ക്. നീ എങ്ങനെ 10 പാസ്സായെന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ക്യാൻ ബിലീവ് ദാറ്റ്. നമ്മുടെ ഫാമിലിയിൽ ഇതുപോലെ ഒരു മണ്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ജീവ,
സത്യത്തിൽ ബിയുടെ ഫുൾ ഫോം എങ്ങനെ നിനക്കറിയോ? അറിയാം, ബാച്ചിലർ എഗെയിൻ. ഇവനൊരിക്കലും നന്നാവാൻ പോകുന്നില്ല, ഇഡിയറ്റ്. എനിക്ക് ഉറക്കം വന്നു തുടങ്ങി. പുസ്തകം കണ്ടപ്പോഴേ ഭാഗ്യം അവൾ ഓടിപ്പിച്ചു വിട്ടത്. അവളെന്തായാലും പുസ്തകത്തെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ, ഞാനിവിടെ എന്തെങ്കിലും കെട്ടിപ്പിടിച്ച് കിടക്കാം. കിച്ചണിൽ അവളെ കാണുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഞാനിപ്പോൾ ഉണ്ടാക്കാം? എനിക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. എന്നാലും ഒനിയൻ കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ കണ്ണ് നീറുന്ന ഇങ്ങനെയൊക്കെ ഉണ്ടാവോ? അയ്യോ, കണ്ണെന്ന് വെള്ളം വന്നിട്ട് വയ്യേ, നീറുന്നേ. ചെറുപ്പത്തിൽ കരറ്റ് ഞാൻ ഇപ്പൊ ഇരുന്ന് കരയുന്നത്. ജീവ, നീ എന്റെ കിച്ചണില്? ഓ, ബ്രേക്ക്ഫാസ്റ്റുള്ള പരിപാടിയാണല്ലേ? ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. എന്താ സ്പെഷ്യല്? എന്താ ഫ്രിഡ്ജ് നോക്കുന്നേ? സ്പെഷ്യൽ ഉണ്ടെന്ന്. ഇതിലെവിടെയാ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പൊക്കെ ഇരിക്കുന്നേ? ഫ്രിഡ്ജിന്റെ ഉള്ളിലോ? ഞാൻ ഇപ്പൊ തന്നെ റെഡിയാക്കി തരാവേ. നീ ഇന്ന് ഏതാச்சுം എടുത്തു വെക്കേ. ജീവ, ഞാൻ ഇപ്പൊ ആലോചിച്ചേ, എനിക്ക് കോളേജിലൊന്ന് പോണായിരുന്നു. നീ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിട്ടേ കഴിച്ചോ, എനിക്ക് വേണ്ട. ഇന്ന് സൺഡേ അല്ലേ? കോളേജിലല്ലോ, പിന്നെ നീ ഇതെവിടെ? അത് ലൈബ്രറിക്ക്. ലൈബ്രറി. ഈ എന്താ സാധനം? എന്തായാലും ഒഴിച്ചേക്കാം. ആവട്ടെ, അതുവരെ ഇവിടെ നിൽക്കാം. അയ്യോ, തീ 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 തീ. അറിയാത്ത പണി ചെയ്യാൻ നിന്നിട്ട് ഇപ്പൊ എന്തായി നീ? ജീവ, ഞാൻ തന്നെ ഞാനത്തെ ഓഫ് ചെയ്യാം. ഒന്നുമില്ല ദർശു, ഒന്നും പറ്റിയില്ല. ദർശു, ദർശു കണ്ണ് തീർക്ക്. ദർശു, ഞാനില്ലേ കൂടെ? എന്ത് പറ്റി ദർശു? പെട്ടെന്ന് തന്നെ നിന്റെ കണ്ണുകാണി അടച്ചല്ലോ. എന്നെ നോക്കാൻ പറ്റുന്നില്ലേ നിനക്ക്? ജീവ, എന്നെ വിട്, എനിക്ക് പോണം. എന്താ ദർശു? നിന്റെ ശ്വാസം എന്നെ വന്ന് തട്ടുന്നുണ്ട്. നിന്റെ ഹൃദയമിടിപ്പ് എനിക്ക് എന്റെ ചെവി കേൾക്കാം. ജീവ, എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. നീ എന്തെങ്കിലും ഉണ്ടാക്കും. ഉണ്ടാക്കി തരാം. മൈ ഹിറ്റ്ലർ വൈഫി എന്തോ പ്രതീക്ഷിച്ചു. ജീവ, ഫുഡ് റെഡി. ജീവ, നീ ഇതെന്ത്? ബനാന മിൽക്ക് ബോട്ടിൽ. എന്താ ഇപ്പൊ വിശക്കുന്നല്ലേ? എല്ലാം റെഡി ആയിട്ടുണ്ട്, വാ. Eva and Keshav handle with care. But why, madam? മുട്ടല് മേടിച്ചു വെച്ചിരിക്കുന്നത്, അതെങ്ങനെ താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ വീട്ടിലുള്ളവരോട് എന്ത് പറയും? എന്തായാലും സൂക്ഷിച്ചെടുത്ത് വെക്കേ. വീട്ടിൽ കൊണ്ടുപോയി പാരൻസിനെ കാട്ടിയിട്ട് നാളെ അവരെയും കൂട്ടിയിട്ട് രണ്ടാളും വന്നാൽ മതി, കേട്ടോ? ഈ ആൻസർ പേപ്പേഴ്സ് കാണുമ്പോൾ വലിച്ചു കയറാൻ തോന്നുന്നു. എടാ, എന്തുവാടാ നമ്മളിങ്ങനെ 1, 2, 0 ഇതിനപ്പുറത്തേക്ക് നമുക്ക് മാർക്കില്ല. അതവിടെ നിൽക്കട്ടെ. ഇതാ വിവേകാനന്ദേ, നിനക്ക് എപ്പോഴാണ് വിവേകം വെച്ചത്? ഞാൻ പഠിച്ചു തുടങ്ങിയത് മാഡത്തിനെ ഇംപ്രസ് ചെയ്യാൻ. ദർശന, എൻ്റെ ദർശന, ഞാനേ മാഡത്തെ ഇംപ്രസ് ചെയ്ത് ഞാൻ മാഡത്തിനോട് എൻ്റെ ഇഷ്ടം പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് കെട്ടും. നിന്നെ ഞാൻ അങ്ങോട്ട് തട്ടും. അവൻ്റെ ഒരു ദർശനം. ജീവ, എന്തുവാടാ? അത് പിന്നെ വേറെ ഒന്നുമല്ലടാ വിവി. അതൊന്നും ശരിയല്ല. മാഡം നിന്നെക്കാട്ട് പ്രായ കൂടുതലാ. ആൾക്കാർ കളിയാക്കൂടാ. കളിയാക്കിട്ട് കളിയാക്കും. നാട്ടുകാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ജീവിക്കുന്നത്. എനിക്കിഷ്ടം, ഞാൻ കല്യാണം കഴിക്കും. നമ്മുടെ സച്ചിൻ തന്നെ പ്രായ കൂടുതൽ പെൺകുട്ടിയല്ലേ കിട്ടിയത്. ഓ,
എപ്പോഴും ഏജ് ഡിഫറൻസിന്റെ കാര്യം പറഞ്ഞു വന്നാൽ അപ്പം വരും സച്ചിന്റെ പേര്. എടാ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ. ഒന്നാമത് നിന്റെ പ്രൊഫസറാ, ബഹുമാനിക്കണം. അല്ലാതെ നിന്റെ താലി കൊണ്ട് കെട്ടിയിടാൻ നോക്കരുത്. എന്താടാ ജീവ അത്? അവന് ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അവൻ മേഡത്തിനെ ബഹുമാനിക്കുന്നുണ്ടല്ലോ, നമുക്കത് അങ്ങ് നടത്തിക്കൊടു. അല്ല, ഈ പിള്ളേരെ ഇങ്ങോട്ട് ഓടും. പിള്ളേരെ എങ്ങോട്ടേക്ക് എടുത്ത് ഓടുന്നത്? എന്താ ഇവിടെ വല്ല സ്പോർട്സ് നടക്കുന്നുണ്ടോ? തേർഡ് ഇയർ സ്റ്റുഡൻ്റായ ഷാനവേട്ടനും ദർശന മിസ്സുമായിട്ട് എന്താ പ്രശ്നം നടക്കും? കേട്ടനും കേൾക്കാത്ത പതി ഇവനിത് ഇങ്ങോട്ട് ഓടിയത്. ജീവ നിക്കടാ. എടാ പാടാ, നമുക്ക് പോയി നോക്കാം. ഷാനവാസേ, കയ്യെന്ന് വിടറാ, കയ്യെന്ന് വിടാ. വിട്ടില്ലെങ്കിൽ മേഡം എന്തു ചെയ്യും? വിടാൻ വിടണ വളരെ